എന്താണ് ഒരു ഉഷാറില്ലാത്തൊരു ചായയൊക്കെ കുടിച്ചിട്ട് പോയാൽ മതിട്ടോ എല്ലാരും. ഇനോഗ്രേഷൻ ഇന്ന് ചായ കൊടുക്കില്ലേ പ്രീതി മുങ്ങിയ? ഓക്കെ. അപ്പോ ഒരുപാട് സന്തോഷം. ഞാൻ എന്റെ കരിയർ തുടങ്ങുന്ന സമയത്ത് ആദ്യമായിട്ട് റാമ്പിൽ നടക്കുമ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മോഡലായിരുന്നു ഇദ്ദേഹത്തിന് അത് ഓർമ്മയുണ്ടോന്ന് എനിക്ക് അറിയില്ല. അപ്പോ അന്ന് തൊട്ട് ഇന്ന് വരെ ഈ പറഞ്ഞ പോലെ ഒരു 2-3 വേദികൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ഷെയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് എല്ലാത്തിലും ഉപരി ഞങ്ങള് വേറെ ആളുകളുടെ കടകൾ ഇനോഗ്രേഷനും സ്ഥാപനങ്ങൾ ഇനോഗ്രേറ്റ് ചെയ്യുന്നതാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. ഞാനും പ്രീതിയും വിഷ്ണുവും ഒക്കെ ആദ്യമായിട്ടാണ് പ്രീതിയുടെ ഒരു സ്ഥാപനം അവർ നടത്തുന്ന ഒരു സ്ഥാപനത്തിന് ഇനോഗ്രേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സുഹൃത്തിന്റെ ഒരു കമ്പനി അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിന്റെ ഒരു സ്ഥാപനം എന്നുള്ള രീതിയിലാണ് ഞാനിതിനെ കാണുന്നത്. സോ ഒരു ചേച്ചി എന്നുള്ള രീതിയിൽ എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു കടയല്ല, ഒരുപാട് കടകൾ ഇടാൻ സാധിക്കട്ടെ. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഞാൻ എല്ലാ സ്ഥലത്തും പോയിട്ട് പറഞ്ഞതാണ്, സർവീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുപോലെ നിങ്ങളുടെ സ്നേഹം. നമ്മളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് വന്ന് അല്ലെങ്കിൽ വീട്ടിൽ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഇനി ഇവിടെയൊക്കെ വന്ന് ചായ കുടിച്ച് ഡിസ്കഷനൊക്കെ ഇവിടെ ആക്കാട്ടോ എല്ലാവർക്കും. ആ രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്താലേ ഒരു ബിസിനസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉഷാറുണ്ടാവുള്ളൂ. എല്ലാവരും എപ്പോഴും പറയും കേരളത്തിലെ ബിസിനസ് കൊണ്ടുപോകാനാണ് ഏറ്റവും ബുദ്ധിമുട്ടുന്നത്. അങ്ങനെയല്ല, എന്നും മാറ്റി തിരുത്തേണ്ടത് നമ്മുടെ ആളുകൾ തന്നെയാണ്. അപ്പൊ എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പറഞ്ഞ പോലെ നിങ്ങളൊക്കെ ഇനിയും അടുത്തടുത്ത സ്റ്റേജുകളിൽ കാണാൻ സാധിക്കട്ടെ. ഒരുപാട് സന്തോഷം. ഇത്രയും ആളുകൾ ഉള്ളത് എനിക്കൊരു സർപ്രൈസിങ് ഫാക്ടറാണ്. നീ പറഞ്ഞ കറക്റ്റാണ്. ഞാൻ ഇറങ്ങി പറഞ്ഞു കുറെ ആൾക്കാരുണ്ട്. ഒരുപാട് സന്തോഷം ഇവിടെ ഞങ്ങൾ കാണാൻ നേരിട്ട് എത്തിയതിൽ. താങ്ക് യു. ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. സത്യം പറഞ്ഞാൽ മെറീന പറഞ്ഞ സത്യമുണ്ടോ? കാര്യം ഞാൻ എൻ്റെ മോഡലിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മെറീന ഉണ്ട്. അന്ന് ഫസ്റ്റ് ഷോ ചെയ്യുന്ന സമയത്ത് മെറീന അന്ന് മിസ് മലബാർ എന്തോ കഴിഞ്ഞു. അപ്പൊ അന്ന് ഞങ്ങള് റാമ്പിൽ വാക്ക് ചെയ്യുമ്പോൾ മെറീന പറഞ്ഞു എനിക്ക് ഭയങ്കര പേടിയും കേട്ടോ എന്ന് പറഞ്ഞു. എനിക്ക് നല്ല ഓർമ്മയുണ്ട് മെറീന. ഞാൻ പിന്നെ അതിനുശേഷം മെറീന ഒരുപാട് സിനിമയിൽ അഭിനയിച്ച് ഞാൻ എപ്പോഴും ഒന്നും ആവാതെ ആ റൺവേ മോഡലായിട്ട് ഇങ്ങനെ മെറീനയൊക്കെ ഷോ സ്റ്റോപ്പറായിട്ട് വരുമ്പോൾ ഞാനിങ്ങനെ ബാക്കിൽ നിന്ന് കൈയടിച്ചിരിക്കാറുണ്ട്. സത്യമായിട്ട് എനിക്ക് നല്ല മെമ്മറിയുള്ള മനുഷ്യനാണ്. ഇത് ഞാനത് പറയുന്നില്ല എന്നുള്ളൂ. കാര്യം ചിലപ്പോ മെറീനത് ഓർക്കുന്നില്ലോ വെച്ചിട്ട് ഞാൻ പറയാത്ത എൻ്റെ ലൈഫില് എൻ്റെ ഈച്ച് എൻഡ് ഇപ്പൊ നിൽക്കുന്ന നിമിഷം വരെ എനിക്ക് ഓർമ്മയുണ്ട്. കാര്യം ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ അപ്പ് ആൻഡ് ഡൗൺ എല്ലാ കാര്യങ്ങളും ഞാൻ ഓർത്ത് വയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. കാര്യം ഞാൻ ഈ പറഞ്ഞ ലഹരി പദാർത്ഥങ്ങൾ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതൊന്നും എനിക്ക് നല്ല മെമ്മറിയാണ്. സിഗരറ്റ് പോലും വലിക്കാറില്ല. പിന്നെ എൻ്റെ മുടിയെ കണ്ട ആളുകളെ പറ്റി എന്തൊക്കെയോ പറയും. ഞാനിപ്പോ എന്ത് പറയാനും മുടി വളർത്തും.